ദീപ്തി എക്കോ സ്റ്റോർ അടുക്കള മാലിന്യങ്ങൾ ദുർഗന്ധമില്ലാതെ സ്വന്തം വീടുകളിൽ സംസ്കരിച്ച് പച്ചക്കറി കൃഷി ചെയ്യാം. റെസിഡൻസ് അസോസിയേഷനുകൾക്കും സ്കൂളുകൾക്കും ഉപയോഗിക്കാവുന്ന പ്രത്യേക യൂണിറ്റുകൾ ഇപ്പോൾ വടകരയിൽ മാത്രം 200 പരം വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപ്തി എക്കോ സ്റ്റോർ കേരള സർക്കാർ ശുചിത്വ മിഷൻ അംഗീകരിച്ചത്. ദീപ്തി എക്കോ സ്റ്റോർ ലിങ്ക് റോഡ് ജംഗ്ഷൻ NH റോഡ് വടകര. ഫോൺ 9249507114. ദീപ്തി ഗ്യാസ് ഏജൻസിയുടെ ഒരു സഹോദര സ്ഥാപനം. നമസ്കാരം, GSV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ലീഷ്യ പ്രമോദ്. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് വടകര പുതുപ്പണം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര 5 വിളക്കിന് സമീപം ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. വർഗീയ ഫാസിസത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ നടന്ന പരിപാടി DCC സെക്രട്ടറി CV അജിത് ഉദ്ഘാടനം ചെയ്തു. ടി കേളു അധ്യക്ഷം വഹിച്ചു. ചൊക്രന്റെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രഞ്ജിത്ത്, പുറന്തേടത്ത് സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നിരപരാധികളായ നൂറുകണക്കിന് ന്യൂനപക്ഷ സമുദായത്തെ കൊന്നൊടുക്കിയതിൽ നേതൃത്വം നൽകിയ മോഡി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കാൻ വേണ്ടി RSSും BJPയും ഇന്ത്യ രാജ്യത്തെ കുട്ടകളെയും ഫാസിസ്റ്റ് താൽപര്യം വെച്ചു പുലർത്തുന്ന തൽപര കക്ഷികളുടെയും പിന്തുണയും സമ്പത്തും വിനിയോഗിച്ചുകൊണ്ട് മതേതരത്വ സങ്കല്പം മനസ്സിന്റെ ഉള്ളിൽ വെച്ചു പുലർത്തുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മേൽ മോഡി എന്ന് പറയുന്ന നരാധനെ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി BJPയും RSSും വ്യക്തമായ ചട്ടക്കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തെ സമ്പന്നരും അതുപോലുള്ള വലിയ പിടിയാളുകൾ അവരെ പിന്തുണക്കുന്നൊരു കാലഘട്ടത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം മറ്റേത് പ്രസ്ഥാനത്തെക്കാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വടകര ജില്ലാ ആശുപത്രി ധന്വന്തരി ഡയാലിസിസ് നിധിയുമായി ബന്ധപ്പെട്ട് ധൃതി പിടിച്ച് ട്രസ്റ്റ് രൂപീകരിച്ചവരാണോ, ഇതിൽ സംശയം പ്രകടിപ്പിച്ചവരാണോ തൽപര കക്ഷികളെന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല മറുപടി പറയണമെന്ന് BJP ഭാരവാഹികൾ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 27-ന് നിധി സ്വരൂപിക്കുകയും പിറ്റേ ദിവസം തന്നെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെയാണ് ഫണ്ട് കൈമാറുന്ന ചടങ്ങും നടന്നത്. ആ വേദിയിൽ ട്രസ്റ്റിനെ പറ്റി ഒരു വിവരവും പറഞ്ഞിരുന്നില്ല. 15 പേരെ തൊഴിലാളികളായി നിയമിച്ചിരുന്നു. ഇത് ട്രസ്റ്റിലെ ഭാരവാഹികളായ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർക്ക് വീതം വെച്ചിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. 28-ാം തീയതി തന്നെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസം 28-ാം തീയതി അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഡീഡിന്റെ കോപ്പിയാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം അവിടെ അറിയാൻ വേണ്ടി സാധിച്ചു 15ഓളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ആശുപത്രിയിൽ. ഞങ്ങൾ ആരോപിക്കുന്നു, പ്രധാനപ്പെട്ട 3 കക്ഷികൾ അത് വീതിച്ചെടുക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട 3 ആളുകൾ വീതിച്ചെടുക്കുകയായിരുന്നു. ട്രസ്റ്റിന്റെ ബൈലോ മെമ്പർമാരെ വായിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇത് അംഗീകരിച്ചിട്ടുമില്ല. ഭാരവാഹികളെ തെരഞ്ഞെടുപ്പിലൂടെയല്ല നിയമിച്ചതെന്നും സ്ഥലം MP കൂടിയായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ധന്വന്തരി ട്രസ്റ്റിനെ കുറിച്ചും ആ നിധി കൈകാര്യം ചെയ്തതിനെ കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കണം. അതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ട്രസ്റ്റിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അത് ഹൂൾ ഓഫ് ഇന്ത്യ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവിടുത്തെ MP കൂടിയായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന വക്താവ് VK സജീവൻ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ്, സെക്രട്ടറി ബിനീഷ് പുതുപ്പണം എന്നിവർ പങ്കെടുത്തു.
CPIM മുഞ്ചിയം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ ക്ഷേത്ര പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. VP ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CPM-നെതിരായി എന്തും ചെയ്യുന്ന ഒരു രീതിയുള്ളതുകൊണ്ട് ഇക്കൂട്ടർക്ക് CPM വിരുദ്ധരുടെ പ്രോത്സാഹനവും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം അക്രമങ്ങൾ തുടർച്ചയായി CPM-നെതിരായി നടത്തുന്നത്. ദൗർഭാഗ്യവശാൽ CPM-നെതിരായി ഒഞ്ചിയത്തും ഓർക്കാട്ടേരിയിലും തുടർച്ചയായി നടത്തുന്ന അക്രമങ്ങളെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷം ജനങ്ങളെ അറിയിക്കുന്നില്ല. എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം സ്വന്തം വീടാണ്. ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് സുരേന്ദ്രനും സ്വന്തം വീടാണ് അഭയകേന്ദ്രം. സ്വന്തം വീടിന് നേരെയാണ് ആരംഭിക്കാർ അക്രമം നടത്തുന്നത്. അത് 23-ാം തീയതി നടന്ന സംഭവമാണ്. 23-ാം തീയതി ആ സംഭവം ഉണ്ടായതിനെ തുടർന്ന് CPIM പ്രവർത്തകന്മാർ പോലീസിൽ പരാതി നൽകുകയും നിയമത്തിന് മുമ്പിൽ ഇത്തരം ക്രിമിനലുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമാണ് നടത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ C ഭാസ്കരൻ, R ഗോപാലൻ, EM ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. വടകര ഗുജറാത്തി SB സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആയാടകത്ത് കുഞ്ഞാറ്റബിയുടെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഞായറാഴ്ച പുലർച്ചെ വീട്ടുകാർ ഉറങ്ങുമ്പോഴായിരുന്നു തീ പടർന്നത്. തീ കണ്ട് വീട്ടുകാർ ഓടിയത് കാരണം അപകടം ഒഴിവായി. ഒലമേഞ്ഞ വീടും വീട്ടുപകരണങ്ങളും വീട്ടിൽ സൂക്ഷിച്ച 18,000 രൂപയും ഫർണിച്ചറുമെല്ലാം നശിച്ചു. മൊത്തം 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന എൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ അപ്പം വന്ന് നോക്കുന്നേരം ഈ വീട് കത്തുന്നതാണ്. ഈ സൈഡിൽ നിന്ന് കത്തുന്നത്, ഈ ഭാഗത്ത്. വീട്ടുകാരിൽ നല്ല ഉറക്കമായിരുന്നു. ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് വീട്ടുകാരിൽ എണീച്ചു രക്ഷപ്പെട്ടു. സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. എങ്ങനെ കത്തുന്നതൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ വരുന്ന നല്ല തീയ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വീട്ടുകാരിൽ നല്ല ഉറക്കം. ഞാൻ കുറെ വിളിച്ചാലും എണീച്ച് സംഭവിക്കാനുള്ള സാധ്യത കണ്ടിട്ടില്ലേ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. വടകര ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ CT ആനന്ദന്റെ നേതൃത്വത്തിൽ 2 സംഘം എത്തിയാണ് തീ കെടുത്തിയത്. അടുത്തടുത്തായി വീടുള്ള പ്രദേശമാണെങ്കിലും തീ പടരാത്തത് ഭാഗ്യമായി. വില്യാപ്പള്ളി പറമ്പിൽ LP സ്കൂളിൽ മനുഷ്യച്ചങ്ങല തീർത്തു. വടകര DOയുടെയും ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെയും നേതൃത്വത്തിലുള്ള സേവ് പദ്ധതിയുടെ പരിസ്ഥിതി സൗഹൃദ വിദ്യാഭ്യാസ ജില്ല എന്ന ആശയത്തിന്റെ ഭാഗമായാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. സംരക്ഷിക്കാനുള്ള
കേരളത്തിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ എന്നും നമ്മുടെ ഭൂമിയെ തോടന്നൂർ BPO സതീശൻ, വാസു CK, പ്രഭാകരൻ TK, ജയശ്രീ P എന്നിവർ നേതൃത്വം നൽകി. ദേശീയ മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പരിപാടിയുടെ ഭാഗമായി മാർച്ച് 2 മുതൽ 28 വരെ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് തല ഉദ്ഘാടനം ചോറോട് കൈനാട്ടി ജംഗ്ഷനിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അബൂബക്കർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ നാരായണൻ അധ്യക്ഷം വഹിച്ചു. മെഡിക്കൽ ഓഫീസർ സുരേഷ് സ്വാഗതം പറഞ്ഞു. ഗുളിക കൊടുത്താൽ തന്നെ നാരായണൻ പറഞ്ഞതുപോലെ തന്നെ കഴിക്കൂല, ഇടയ്ക്ക് ചുരുക്കി വെക്കും. ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ തന്നെ തീരദേശത്തുള്ള കുറെ ആളുകൾക്ക് വരുന്ന രോഗമാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കുണ്ട്. അതൊന്നുമല്ല, ആർക്കും വരാം. ഒരു വൃത്തികെട്ട രോഗമാണിത്. അത് എൻ്റെ ശരീരത്തിൽ വരാതെ സൂക്ഷിക്കണമെന്നുള്ള രീതിയിലേക്ക് സാധാരണ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ പണം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ വേണ്ടത്ര ഫലപ്രദമായിട്ട് നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഓർക്കാട്ടേരി ഹെൽത്ത് സൂപ്പർവൈസർ MB ഉലഹനാൻ മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രവീന്ദ്രൻ വിശദീകരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. വടകര താലൂക്കിൽ ചൊവ്വാഴ്ച സ്വകാര്യ ബസ് തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സംയുക്ത യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ഒരിടവേള. സൂപ്പർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 1 വർഷം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ 6 മാസം 3 മാസം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങളും. ഈ ആഭരണങ്ങൾക്കെല്ലാം ഉപയോഗശേഷം തിരിച്ചു നൽകുമ്പോൾ അതിലടങ്ങിയ തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിപുരാതനവും നൂതനവുമായ 1000-ൽ പരം ഡിസൈനുകൾ. അഴകേറും തങ്കത്തിളക്കം, ആരും പറയും സൂപ്പർ എന്ന്. തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ. സൂപ്പർ ജ്വല്ലറി, പഴയ ബസ് സ്റ്റാൻഡ് വടകര, പുതിയ ബസ് സ്റ്റാൻഡ് വടകര, തലശ്ശേരി, ഇരിട്ടി, നാദാപുരം, പാനൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ്. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാരവസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ. ഫരീദ ഫർണി പാലസ്, NH ബൈപ്പാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ് വടകര. ഫോൺ 2524-583. വടകരയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം 1926 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനം മാവേലി സ്റ്റോറിന് എതിർവശത്തുള്ള എലോഡിയിലെ പുതിയ ഷോറൂമിലേക്ക് പ്രവർത്തനം ആരംഭിച്ച വിവരം സസന്തോഷം അറിയിക്കുന്നു. PV ഗോവിന്ദൻ നായർ സൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പൂജാപാത്രങ്ങൾ, വിളക്കുകൾ, സ്റ്റീൽ, അലൂമിനിയം, ചെമ്പ്, കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, നോൺ സ്റ്റിക് ഇൻഡക്ഷൻ കുക്കർ. ഞങ്ങളുടെ മാത്രം പ്രത്യേകത, പഴയോട് പാത്രങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പോളിഷ് ചെയ്തു കൊടുക്കുന്നു. ഇൻഡക്ഷൻ, മിക്സി, കുക്കർ, ഗ്യാസ് സ്റ്റൗ സർവീസ് ചെയ്തു കൊടുക്കുന്നു. ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ ഓർഡർ സ്വീകരിക്കുന്നു. PV ഗോവിന്ദൻ നായർ സൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, എടോടി വടകര. ഫോൺ 9947174348. വാർത്തകൾ തുടരുന്നു. ചരണത്തൂർ LP സ്കൂൾ കെട്ടിടോദ്ഘാടനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. അടുത്തതായി ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മഹാവിദ്യാലയമാണ് ഈ ചരണത്തൂർ LP സ്കൂൾ. ഈ LP സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ദിവസമാണ്. ഈ സ്കൂളിന് സ്വന്തമായ നല്ല ഒരു കെട്ടിടം
ഇവിടെ പണി തുടർത്തിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിലൂടെ നല്ല വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തെ കുട്ടികൾക്ക് ലഭിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾ അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും ചേർന്ന് കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്ന് വിദ്യാഭ്യാസം കേരളത്തിൽ സാർവത്രികമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ട്. പണ്ട് ഈ സ്ഥിതി ആയിരുന്നില്ല. ഇന്ന് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിലുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ നമുക്ക് പ്രയാസമില്ല. കെ ലതിക MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ യൂസഫ് വണ്ണാറത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് VP അനിത ഉപഹാര സമർപ്പണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ KT കുഞ്ഞിരാമൻ സ്വാഗതവും R സുഭാഷ് നന്ദിയും പറഞ്ഞു. B സുരേഷ് ബാബു, ശ്രീജ പുല്ലൂർ, VC ഷീബ, പ്രേമരാജൻ, സതീശൻ, അച്യുതൻ പുതിയടത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കുറ്റ്യാടി ബസ് സ്റ്റാൻഡ് നിർമ്മാണം 2ാം ഘട്ടം പൂർത്തിയായി. തുടർ നിർമ്മാണം ഏപ്രിലിൽ ആരംഭിക്കും. കുറ്റ്യാടിക്കാരുടെ ചിരകാല സ്വപ്നമായ കുറ്റ്യാടി ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ടം കെട്ടിട നിർമ്മാണമാണ് പൂർത്തിയായത്. പ്രവൃത്തി തുടങ്ങിയിട്ട് 6 വർഷമായെങ്കിലും ഇനിയും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നാട്ടുകാർ ആക്ഷേപമുയർത്തിയിരുന്നു. എന്നാൽ അടുത്ത ഘട്ടം ഏപ്രിലിൽ തന്നെ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK നഫീസ പറഞ്ഞു. വടകര റോട്ടറിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സഹകരണത്തോടെ മുയിപ്ര നവം കലാകായിക വേദി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലമ്രത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൃക്കരോഗം നിർണ്ണയിക്കുക എന്നത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ദിവസം പത്രങ്ങളുടെയും മറ്റും ഈ വൃക്കരോഗത്താൽ കഷ്ടപ്പെടുന്ന രോഗികളെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും നമ്മൾ പത്രത്തിലൂടെ മറ്റും വായിച്ച് അറിയുകയാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വടകര ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അവിടെ HMC മുൻകൈയെടുത്തുകൊണ്ട് തന്നെ ഒരു ധന്വന്തരി ഡയാലിസിസ് നിധി നമ്മുടെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു നിശ്ചയ സമയം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ 3 കോടി രൂപ സമാഹരിക്കുകയുണ്ടായി. അതിനു മുമ്പ് 25 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് 2 ഡയാലിസിസ് മെഷീൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് 3 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ താലൂക്കിലുള്ള വൃക്കരോഗികളെ ഡയാലിസിസ് ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിരിക്കുകയാണ്. വടകര റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ TS ബാലൻ അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ MP ബാലൻ സ്വാഗതവും സെക്രട്ടറി മന്മഥൻ MP നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർ MP പ്രസീത ഉപഹാര സമർപ്പണം നടത്തി. CK അരവിന്ദാക്ഷൻ, ഡോക്ടർ K ശശിഭൂഷൺ, P കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗം സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ മാർച്ച് 5-ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടക്കേ മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് കൊമേഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നൽകാൻ ഈ കാലയളവിൽ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിനെ ഒരു ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്ന് ഇവർ പറഞ്ഞു. പൂർവ്വകാല അധ്യാപക വിദ്യാർത്ഥി സംഗമം, നാഷണൽ സെമിനാർ, ഇന്റർ കോളേജ് മാനേജ്മെന്റ് മീറ്റ്, എന്റർപ്രണേഴ്സ് മീറ്റ് മുതലായ പരിപാടികളും ജൂബിലി വർഷത്തിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഡോക്ടർ അബ്ദുൾ അസീസ് കോറോത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ P രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കടത്തനാട് KPCGM കളരി സംഘം കൈനാട്ടി 50ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലാതല കളരിപ്പയറ്റ് ക്വിസ് മത്സരം, കളരിപ്പയറ്റ് സെമിനാർ എന്നിവ നടന്നു. വടകര DO EK സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുഷമ അധ്യക്ഷം വഹിച്ചു. മധു പുതുപ്പണം സ്വാഗതം പറഞ്ഞു. T ബാലക്കുറുപ്പ്, PK ബാലകൃഷ്ണൻ, VM വിജയൻ, TK മനോജ്, K രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. രാജാക്കന്മാരുടെയും തമ്പുരാക്കന്മാരുടെയും നാടുവാഴികളുടെയും കിങ്കരന്മാരായി വന്നതിന് ശേഷമുണ്ടായ ഒരു അനാഥത്വം നമ്മുടെ നാട്ടിലെ കളരിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്ന് കളരി ഉള്ളത് കൂടുതലും അധ്യാപകന്മാരുടെ കൈവശമാണ്.
എന്താ കാരണം? അവർക്ക് മാസത്തിൽ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ഈ കളരിയോട് മമതയുള്ള അധ്യാപകന്മാർ കളരി വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് സത്യം. അവരുടെ മക്കളെ പരിപാലിക്കുന്ന പോലെ 100 ഉറുപ്പിക പെൻഷൻ കിട്ടിയാൽ ഒരു 50 ഉറുപ്പിക കളരിക്ക് വേണ്ടി ചെലവിടുന്ന അത്രയധികം കളരിയുമായി താതാത്മ്യം പ്രാപിച്ച് സ്നേഹിക്കുന്ന അധ്യാപകന്മാരാണ് ഇന്ന് ഭൂരിപക്ഷവും കളരികളില് പ്രവർത്തിക്കുന്നത്. കളരിപ്പയറ്റിൽ വടക്കൻ സമ്പ്രദായത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ വില്യാപ്പള്ളി ചൂരക്കുടി കളരി സംഘം കുഞ്ഞുമൂസ ഗുരുക്കൾ പ്രഭാഷണം നടത്തി. കളരിപ്പയറ്റിൽ തെക്കൻ സമ്പ്രദായത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കോഴിക്കോട് ഭാർഗവ കളരി സംഘം ഗുരുക്കൾ SK രാജേഷ് പ്രഭാഷണം നടത്തി. വൈക്കലശ്ശേരി മാപ്പിള LP സ്കൂൾ 113ന്റെ നിറവിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വൈക്കലശ്ശേരി മാപ്പിള LP സ്കൂളിന്റെ 113ാമത് വാർഷികാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീമാൻ രാജേഷ് ചോറോട്, അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ചടങ്ങിൽ എന്തായാലും കാലത്ത് തന്നെ കൃത്യസമയത്തിൽ എത്തിച്ചേരാമെന്ന് അവർക്കൊക്കെ തന്നെ വാക്ക് കൊടുത്താണ്. ആ വാക്ക് പാലിക്കാൻ സാധിച്ചതിൽ അനൽപമായ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് ഓർത്തു നോക്കിയാണ്. എത്ര വർഷം മുമ്പാണ് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത്? 113 വർഷം മുമ്പ് 1901 ഇത് സ്ഥാപിച്ചത്. അതും ആരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്? തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ അക്ഷരം അല്ലെങ്കിൽ വിദ്യയുടെ ആദ്യ വെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്ന ഉദാത്തമായ ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപനം അന്ന് നടത്തിയത്. PTA പ്രസിഡന്റ് രാജേഷ് ചോറോട് അധ്യക്ഷം വഹിച്ചു. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അബൂബക്കർ സുവനീർ പ്രകാശനം ചെയ്തു. വടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം ഉഷ മടത്തുംതാഴ, മാനേജർ K കുഞ്ഞമ്മദ്, OM അസീസ്, പുത്തൂർ അസീസ്, സുബൈദ കക്കട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. K മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനാധ്യാപകൻ PP ബാബു സ്വാഗതവും M ഷമീന നന്ദിയും പറഞ്ഞു. കുരിക്കിലാട് ചമ്പരഞ്ഞൂളി ക്ഷേത്രത്തിനും നൂറ്റാണ്ട് പഴക്കമുള്ള ചോറോട് കക്കാട് ജുമാ മസ്ജിദിന്റെയും മധ്യത്തിൽ പ്രദേശത്തെ മതേതര പ്രതീകമായാണ് സ്കൂൾ നിലകൊള്ളുന്നത്. ആഘോഷ പരിപാടികൾ മാർച്ച് 31 സമാപിക്കും. വടകര ജില്ലാ ആശുപത്രി ധന്വന്തരി ഡയാലിസിസ് നിധിയുമായി ബന്ധപ്പെട്ട അനധികൃതമായി രൂപം കൊണ്ട ട്രസ്റ്റിന് നേരെ ഉയർന്നുവന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തുകൊണ്ടുവന്ന ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് സമന്വയ ജനസംസ്കാരവേദി വടകര താലൂക്ക് കമ്മിറ്റി ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തെന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം. ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. അപ്പോളോ ഗോൾഡ് നൽകുന്നു ഓരോ പർച്ചേസിനുമൊപ്പം 2.5 കിലോ സ്വർണം സമ്മാനമായി നേടാനുള്ള സുവർണാവസരം. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. 1ാം സമ്മാനം 100 പവൻ, 2ാം സമ്മാനം 25 പവൻ, 3ാം സമ്മാനം 10 പവൻ. ദിവസേന ഓരോ പർച്ചേസിനും കൂപ്പണോടൊപ്പം സ്വർണ്ണ നാണയം നേടാനുള്ള അവസരം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 500 പേർക്ക് മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോകാനുള്ള സുവർണാവസരവും. അപ്പോളോ ഗോൾഡ്, ഫോർ യു ഫോറെവർ. വാർത്തകൾ തുടരുന്നു. PG പഴങ്കാവിന്റെ മഴമേഘങ്ങൾ എന്ന നോവലിന്റെ പ്രകാശനം വടകര TS ഹാളിൽ നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ ബിപിൻ പ്രഭാകർ പ്രകാശനം നിർവഹിച്ചു. VR സുധീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. വടകര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി N രാജൻ അധ്യക്ഷം വഹിച്ചു. നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന IPS ഓഫീസർമാർ, അവർക്ക് മലയാളം അറിയില്ല, അവർ ഹിന്ദി മാത്രമേ അറിയൂ. അപ്പോൾ അവർക്ക് ഇവിടെ നമ്മുടെ മലയാളം പഠിപ്പിക്കണമെങ്കിൽ പല ഉയർന്ന ഇന്ന് കേരളത്തിലും
കേരളത്തിന് പുറത്തും ജോലി ചെയ്യുന്ന ഉയർന്ന ADGP, IGP റാങ്കിലുള്ള പല ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഗോപാൽ മാസ്റ്റർ മലയാളം പഠിപ്പിച്ച് ഉള്ള ഒരു ഭാഗ്യം ഗോപാൽ മാസ്റ്റർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം എപ്പോഴും പങ്കുവെക്കുകയും. എം സുധാകരൻ, പ്രതാപൻ തായാട്ട, ഡോക്ടർ ശശികുമാർ പുറമേരി, ടി ദാമോദരൻ, ഫ്രാൻസിസ് AC, പുറന്തോടത്ത് ഗംഗാധരൻ, TH വത്സരാജ് എന്നിവർ സംസാരിച്ചു. കായക്കൊടി പഞ്ചായത്തിലെ കുന്നോത്ത് കുന്നുമ്മൽ ഭാഗത്തേക്കുള്ള റോഡിന് വീതിയില്ലാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. 50ഓളം വീടുകളുള്ള ഇവിടെ റോഡിന് പല സ്ഥലത്തും ഒരടി മാത്രം വീതിയാണുള്ളത്. ഇതിന്റെ ഒരു ഭാഗത്ത് തോടും സ്ഥിതി ചെയ്യുന്നുണ്ട്. രോഗികളെ കൊണ്ടുപോകാനോ മഴക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് പോകാനോ കഴിയാത്ത അവസ്ഥ. പലതവണ മെമ്പർമാരോടും പഞ്ചായത്ത് അധികൃതരോടും പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ചോറോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA പ്രസിഡന്റുമാരുടെയും സംഗമം സ്കൂൾ ഹാളിൽ നടന്നു. ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം നടത്തി. മഠത്തിൽ മൊയ്തു ഹാജി ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് M അശോകൻ അധ്യക്ഷം വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MK ജാസിം സ്വാഗതം പറഞ്ഞു. KM ചന്ദ്രി, KP ചന്ദ്രൻ, TK സുനിത, AB പ്രബീത്, KT മോഹൻദാസ്, VM മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. അവിടെയൊക്കെ കളിച്ചു നടന്ന വലിയ അനുഭവങ്ങളുണ്ടാകും, വികൃതികളുണ്ടാകും, അടികിട്ടിയ ചൂടുണ്ടാകും. ചിലപ്പോഴൊക്കെ ഭക്ഷണമില്ലാതെ കഴിച്ചുകൂട്ടിയ ഉച്ചകളുണ്ടാകും. അന്ന് കൊതിപ്പിച്ച ചില മണങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇന്നിവിടെ പങ്കുവെക്കപ്പെടാം. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഓർമ്മകൾ, അനുഭവങ്ങൾ പങ്കുവെച്ച് തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. തൊട്ടിൽപ്പാലം മിനി സ്റ്റേഡിയത്തിൽ കാവിലുംപാറ സംഘചേതനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാവിലുംപാറ മഹോത്സവം ആരംഭിച്ചു. മാർച്ച് 9 വരെ നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിൽ മരണക്കിണർ, കുട്ടികളുടെ പാർക്ക്, ബ്രേക്ക് ഡാൻസ്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ മിച്ചം വരുന്ന സംഖ്യ നിർധനരായ കുടുംബങ്ങളുടെയും രോഗികളുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി ചിലവഴിക്കുമെന്ന് സംഘചേതന ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ഈ 9 ദിവസവും ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്കും അവരുടെ ക്ഷേത്ര പരിപാടികൾക്കും പുറമെ വിവിധങ്ങളായിട്ടുള്ള കായിക പരിപാടികൾ, സ്റ്റേജ് പരിപാടികളൊക്കെ തന്നെ 9 ദിവസവും ഇവിടെ നടക്കുന്നു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.